അപ്പൊ ഗൈസ് ഈ രണ്ട് പോക്കിലുള്ള മുടിയും വെട്ടാനാണ് പോണത്. അതായത് മുട്ട അടിക്കണ നെച്ചുവിന് മുട്ട നെബുന് മുട്ട. ഏതാ മുട്ട അടിക്കട്ടെ? ഇന്ന് മുട്ട അടിക്കാൻ പോവാണ് ഗൈസ്. നെബുന് നെച്ചുവിന് മുട്ട അടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ എല്ലാരും കണ്ടോളിട്ടാ മുട്ട അടിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ പുലർച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഈച്ചാണ്. ഇന്ന് നമുക്ക് ചോറും അതുപോലെ ചിക്കൻ കറി ഉണ്ട്. പിന്നെ നമുക്ക് ചെറുപയർ കറിയും ചോറാണ് മെയിനായിട്ടുള്ളത്. ബാക്കിയൊക്കെ നോമ്പ് തുറക്കുമ്പോൾ സാധനങ്ങളായിരുന്നു. പിന്നെ മത്തി പൊരിച്ചതുമാണ് സ്പെഷ്യൽ. അപ്പോൾ അങ്ങനെ അത്താഴം കഴിക്കട്ടെ. എന്നിട്ട് നമുക്കങ്ങനെ ഇൻട്രോ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഗൈസ്. അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ അത്താഴമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ എണീറ്റിക്കാണ്. ഇപ്പോൾ 10:30 മണിയോ 11 മണിയോ എന്തോ ആയിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ 27ാമത്തെ രാവും കൂടിയാണ്. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയ എന്താ വെച്ചാൽ രാത്രി ഉറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകതയാണ് മുസ്ലിം സഹോദരങ്ങൾക്കും മുസ്ലിം സമുദായത്തിനും. ഇന്ന് നോമ്പിൻ്റെ പ്രത്യേകത നിറഞ്ഞൊരു ദിവസങ്ങളാണെന്ന് കൂടി ആലോചിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മുത്തുമണീസിനും ചങ്കുകൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അശ്യം വാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ 27ാവിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നോക്കുന്നത്. ഇന്ന് മറ്റേ ഇൻട്രോയും കാര്യങ്ങളൊന്നുമില്ല. നേരെ അത്താഴം കഴിച്ച് നേരെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. നേരം അത്താഴം കഴിച്ചവർ വീഡിയോ എടുക്കാൻ മറന്നാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മളെവിടെയൊക്കെ പോകണമെന്ന് വെച്ചാൽ മുടി വെട്ടാൻ പോകണം. പെരുന്നാളാകുമ്പോൾ 2-3 ദിവസമുള്ള പെരുന്നാൾ, 4 ദിവസം 5 ദിവസം 4 ദിവസം 3 ദിവസം എന്തോ ഉള്ള പെരുന്നാളിന്. അപ്പോൾ എന്തായാലും അതിൻ്റെ മുട്ടിയുള്ള മുടിയൊന്ന് വെട്ടണമെന്നുണ്ട്. അപ്പം നമ്മുടെയും താടി ഒന്ന് സെറ്റാക്കണം. മുടി വെട്ടേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ നേരെ ബാർബർ ഷോപ്പിലേക്കാണ് പോകുന്നത്. 27ാവിൻ്റെ എല്ലാവിധ നന്മകളും എല്ലാവർക്കും നേരത്തെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുന്നു. കമാൺ. അപ്പൊ ഗൈസ് ഈ രണ്ട് പോക്കിലുള്ള മുടിയും വെട്ടാനാണ് പോകുന്നത്. അതായത് മുട്ട അടിക്കണ നെച്ചുവിന് മുട്ട നെബുന് മുട്ട. ഏതാ മുട്ട അടിക്കട്ടെ? ഇന്ന് മുട്ട അടിക്കാൻ പോവാണ് ഗൈസ്. നെബുന് നെച്ചുവിന് മുട്ട അടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ എല്ലാരും കണ്ടോളിട്ടാ മുട്ട അടിക്കുന്നത്. ഇപ്പോൾ ഗൈസ് നമ്മൾ മുടി വണ്ടി കുറച്ച് ഇപ്പുറത്ത് നിർത്തിയിട്ട് നമ്മുടെ ഉണ്ണി ബാലൻ്റെ പാർലറിലേക്ക് പോയി. ബ്യൂട്ടി പാർലർ, ബ്യൂട്ടി കെയർ എന്നാണ് കടൻ്റെ പേര്. നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ബാക്കിൽ സബായിലേക്ക് സെൻറ്ററിൽ. അപ്പോൾ അവിടെ പോയി അങ്ങനെ അവിടെ പോയപ്പോൾ ഉണ്ണി അവിടെ എല്ലാം ഭക്ഷണം കഴിക്കാൻ പോയിക്കുന്നത്. പിന്നെ ബാലറ്റിനുള്ളത് ഒരാളെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡോർ ഇറക്കാനുള്ള കത്രപ്പാടാണ് നെച്ചുവിനെ കട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഉണ്ണി വന്നത് നമ്മൾ കണ്ട് നെബുവാണ് ആദ്യം മുടി വെട്ടാൻ കയറിയത്. നെബുവിൻ്റെ നെസുവിൻ്റെ വാല കണ്ടെടുത്ത് കളഞ്ഞു. നെബു വെട്ടാൻ തുടങ്ങി. പിന്നെ നെച്ചുവിൻ്റെയും വെട്ടിക്കഴിഞ്ഞു. പിന്നെ എൻ്റെയും താടിയൊക്കെ സെറ്റ് ചെയ്തു. നെച്ചുവിനെ അവിടെ ഒതുക്കി ഇരുത്തിയിരിക്കുകയാണ്. കാരണം റോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുടി വെട്ടലൊക്കെ കഴിഞ്ഞ് നേരെ പലചരക്കടയ്ക്ക് പോയി. പലചരക്കടയ്ക്ക് സാധനം വിളിച്ചുകൊണ്ടിരുന്നു. മുടി വെട്ടി കഴിയുമ്പോഴത്തേനും കേസ് 3 മണിയായിട്ടുണ്ടായിരുന്നു. മുടി വെട്ടി വന്ന് നിസ്കരിച്ച് ലൊഹറും മസറൊക്കെ ഒന്നിച്ച് നിസ്കരിച്ചു. പിന്നെ ഞങ്ങൾ പോയ സ്ഥലത്തേക്ക് ഒരു യാത്ര ഞങ്ങൾ പോയി. കേസ് അപ്പോൾ നമ്മളെവിടെ എത്തിക്കുന്ന വെച്ചാൽ മങ്കര റെയിൽവേ സ്റ്റേഷനാണ്. ഇതിപ്പോൾ ഉപയോഗശൂന്യമാണെന്ന് തോന്നുന്നത്. ഇവിടെ മതിൽ കെട്ടി അടച്ചിക്കണം. കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കുട്ടീസിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇറങ്ങിയതായിരുന്നു. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇത് കഴിഞ്ഞൊക്കെ എന്തോ വർക്ക് ചെയ്യുന്നുണ്ടോ? നല്ല ഇവിടെയൊക്കെ മെസ്സായി കിടക്കുന്നു. ഗൈസ് മങ്കര റെയിൽവേ സ്റ്റേഷൻ. സഫ്സലുണ്ട്. ഇന്ന് ഹന്നാണ് നമ്മുടെ വീഡിയോയിൽ. ഹായ് പറയാം ഹന്നാനെ. പിന്നെ അച്ചു യൂണിഫോം കൂടി വന്നിക്കുന്നു. ഇപ്പം നമ്മളെവിടെയാണുള്ളത്? മങ്കര റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സെറ്റപ്പാക്കിക്കല്ലേ മതിലൊക്കെ കെട്ടിയിട്ട്. മങ്കര റെയിൽവേ സ്റ്റേഷൻ. മങ്കര പത്തരിപ്പാലിൻ്റെ മങ്കര എന്ന് പറയും സ്റ്റേഷന്. കോയമ്പത്തൂർ, ചെന്നൈ, മുംബൈ ഒക്കെ പോകുന്ന മെയിൻ റോഡാണിത്. ഇപ്പോൾ ഇതാണ് മങ്കര റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ കാർ അതാ പുറത്ത് നിൽക്കുന്നു. നോമ്പ് കണക്ക് നോമ്പുണ്ടോ? എന്താ വെള്ളം കുടിക്കണേ? ഗ്യാപ്പിൽ വെള്ളം കുടിക്കുന്നുണ്ട്. ഉണ്ട്.
ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ട്രെയിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ട്രെയിൻ ഇതാ വരുന്ന അവിടെ നിന്ന് മംഗല സ്റ്റേഷനിലേക്ക് ഇവിടെ പാസ് ചെയ്തുകൊണ്ട് ഗൈസ്, പാസഞ്ചർ ട്രെയിൻ തന്നെയാണ്. ആരെ കൂക്കിയായിരുന്നത്? എന്ത് മൂത്രമണം. ഇപ്പോൾ കാശ് നോമ്പ് തുറക്കാനുള്ള സമയം ഇവിടെ അയക്കണം. നമ്മൾ ഇന്ന് 24 രാവായതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും കിട്ടിയ കുറേ കടികൾ. നമ്മുടെ വീട്ടിലെ പഴംപൊരിയാണ് നമ്മുടെ ടേബിളിൽ ഇന്ന് നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് പഴംപൊരി ഫ്രൂട്ട്സ് നമുക്ക് മാംഗോ ആൻഡ് തണ്ണിമത്തൻ, അത് മുന്തിരിയും പഴം, പിന്നെ എന്തൊക്കെയാണ് പപ്പായ ഉണ്ടായിരുന്നു, ജ്യൂസ്, നാരങ്ങ വെള്ളം, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പപ്പായ ജ്യൂസുമായിരുന്നു നോമ്പ് തുറക്കാൻ. അങ്ങനെ നോമ്പ് തുറന്ന് നമ്മൾ നോമ്പിൻ്റെ 27ാമത്തെ രാവും 26ാമത്തെ നോമ്പുമാണ് നമ്മൾ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ വീഡിയോസും വ്യൂസൊക്കെ കൂടി വരുന്നുണ്ട്. എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടിനകം കഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ അങ്ങനെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ഇന്നുണ്ടായിരുന്ന ഫുഡ് എന്താണെന്നറിയാമോ? നമ്മളെ ഇഡ്ഡലിയും അതുപോലെ തന്നെ കട്ടൻ ചായയും പിന്നെ നല്ല ചട്നി, ഈ ചമ്മന്തി, രക്ഷ ചമ്മന്തിയായിരുന്നു, അതും കൂട്ടിയിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ 27ാമത്തെ രാവും 26ാമത്തെ നോമ്പും ഇൻഷാ അല്ലാഹ് തീർന്നൊക്കെയാണ്. നമുക്ക് നാളെ വീണ്ടും 27ാമത്തെ നോമ്പ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മാഷിം വ്ലോഗിലൂടെ. അപ്പോൾ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് നാളെ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബൈ.